നമ്മളിപ്പോ ഇവിടെ ജോലിയുടെ ആവശ്യം കാരണം വാടകയ്ക്ക് വന്ന ആൾക്കാരല്ലേ. നമ്മളെ നാടൊന്നും അല്ലല്ലോ അത്. അത് വേണമെങ്കിൽ പിന്നെയും പോകാലോ. അങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്പിരിറ്റിലെടുക്കുക. അങ്ങനെയൊന്നുമില്ല. അയാളെ പെട്ടെന്ന് കണ്ടപ്പോ നെവർ മൈൻഡ്. അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അയാളായിട്ട് മിണ്ടാനൊന്നും പോകണ്ട. ഉമ്മാൻ്റെ ആയിട്ട് മിണ്ടാനും പോകണ്ട. ആ വീട്ടിലേക്കും പോകണ്ട. അവരിനി നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് പറയാം. നമ്മൾ തെറ്റും പിണക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അല്ല മോനെ, എന്തായി? ട്രാൻസ്ഫറിന് കൊടുത്തോ? കൊടുത്തിക്കണമ്മ, എന്തായാലും ഒരാഴ്ച പിടിക്കും. അപ്പോൾ ഇത് ഓളിത് അറിയരുതിട്ടാ. ഓളിത് അറിഞ്ഞ ആകെ പണിയാവും ഞമ്മക്ക്. അപ്പം അതിന് അല്ല ഇനിയിപ്പോൾ ഓളിത് എന്താ കേട്ടില്? ഓളോട് എങ്ങനെ ഇപ്പോൾ ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറയാ? അല്ല അപ്പോൾ ഓളവിടെ ഒറ്റക്കാക്കി പോകാൻ പറ്റുമോ? എന്തെങ്കിലും ആലോചിച്ചാൽ തീരുമാനം എടുക്കുക. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അല്ല എനിക്കിത് കഴിക്കാൻ പറ്റണില്ല എൻ്റെ ഈ അവസ്ഥ. ഇപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ വന്ന് ഇനിയിപ്പോൾ തന്നെ വേറെ ട്രാൻസ്ഫറിനും കൂടി ഓളോടും പറയാം എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാ? എന്തെങ്കിലുമൊക്കെ കാരണം ഉമ്മാൻ്റെ കുട്ടി ഉണ്ടാക്കണം. അല്ല ഞാൻ പറ്റൂല. ഇക്ക നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കണേ? അതല്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ. എന്തോ ഓരോ കാര്യങ്ങൾ. ഓഫീസിൽ പോയി റെഡി ആവണ്ടേ? നേരെ എത്ര അയച്ചിട്ടാ? എന്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു. ലീവ് എടുക്ക്? എന്തിന്? ഞാൻ ട്രാൻസ്ഫറിന് കൊടുക്കുക എന്നുള്ള ഒരു. ട്രാൻസ്ഫറോ? നമ്മൾ ആകെ ഇങ്ങോട്ട് വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോക്കും ട്രാൻസ്ഫറിന് കൊടുത്താ? ഇവിടെ ജോലികളൊക്കെ വലിയ ഒരു കരുതി വരുന്നില്ല. ഭയങ്കര പ്രശ്നം ആകെ. ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതൊന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞേ. ഒരു ഇവിടെ വന്ന് കുഴപ്പമില്ല, നല്ല നോക്കുമ്പോഴല്ലേ സുഖം. അറിയുന്നു ഇവിടുത്തെ മറ്റുള്ളവരും ഒക്കെ ഭയങ്കര ചൊറയാണ്. വേറെ എവിടേക്കും പോകും. മറ്റുള്ളവരോ? വേറെ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ നമുക്കൊരു കോപ്പറേഷൻ കിട്ടുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ടെൻഷനാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? വേറെന്ത് പ്രശ്നം? ഒന്നുമില്ല. വേറെന്താ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പുറത്തെ വീട്ടിലെ ഷൈനാനെ കണ്ടിട്ടാ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ? ഷാഹിനെ? ഏത് ഷാഹിന? അതെ, നിങ്ങൾ എന്നോടൊന്നും മറക്കണ്ട. ഒക്കെ എനിക്കറിയാം. ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ കൂടെ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ടെൻഷൻ ആവണേ? അതെ, നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു ടെൻഷനും അടിക്കണ്ട. ഇപ്പൊ പെട്ടെന്നുള്ള ട്രാൻസ്ഫറും വേണ്ട. എനിക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ അത്രയും ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുക്കുക. പക്ഷെ എനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കൊടുക്കാം. നിങ്ങളുള്ളടത്തല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്തേ പോരെ? എന്നാ പിന്നെ ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ടേ ഓഫീസ് പോവാൻ നോക്ക്. ഞാൻ റെഡി ആവട്ടെ. സുമി, സോറി. ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഷാഹിനാക്കാന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. എനിക്കാണ് കുഴപ്പമെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരിക്കലും ഞാൻ ഈ ജീവിതത്തിലേക്ക് വലിച്ചിരിക്കില്ലായിരുന്നു. അതെ, അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട. അതൊക്കെ എനിക്കറിയാം. നമുക്ക് കുട്ടികളെ പടച്ചോൻ തരുമ്പോൾ തരട്ടെ. എനിക്ക് അതിലൊരു കുഴപ്പമില്ല.